ആറന്മുളയിലും പരിസര പ്രദേശങ്ങളിലും ശക്തമായ മഴ പെയ്യുകയാണ്. ഒപ്പം മൂഴിയാർ ഡാം തുറക്കാനുള്ള അനുമതി ജില്ലാ കളക്ടർ നൽകിക്കഴിഞ്ഞു. 190 അടിയാണ് നിലവിലുള്ളത്. 92 അടിയാകുമ്പോൾ തുറക്കേണ്ടി വരും. ശബരിമല വനമേഖലയിൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ അടിയന്തരമായൊരു യോഗം പത്തനംതിട്ടയിൽ നടക്കുകയാണ്. ജില്ലയുടെ ചുമതലയുള്ള PC വിശ്വനാഥും അബിൻ വർക്കിയും മറ്റു ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി? ഇപ്പോൾ ഈ മൂഴിയാർ ഡാമിൽ അതിൻ്റെ FRL 192 190 ഇന്നലെ രാത്രി തന്നെ ഇന്നലെ വൈകുന്നേരം തന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിതീവ്ര മഴയുടെ സാധ്യത പത്തനംതിട്ട ജില്ലയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീരത്തുനിന്നുള്ള ആളുകൾ മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലോക്കൽ ബോഡിയോട് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ മൂഴിയാറിൻ്റെ കാര്യത്തിൽ അവർ KSEB കളക്ടറോട് പെർമിഷൻ ചോദിച്ചു. 190 192 ആയാൽ അവർക്ക് തുറക്കേണ്ടി വരും. അപ്പോൾ കളക്ടർ അതിനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 192 അടിയാവുമ്പോഴേക്കും മൂഴിയാർ ഡാമിലെ ഷട്ടർ തുറക്കും. അപ്പോൾ അത് ഇപ്പോൾ റാന്നിയിൽ അനൗൺസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, മറ്റു സ്ഥലങ്ങളിലും അനൗൺസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ മാധ്യമങ്ങളിൽ കൂടിയും അറിയിച്ചിട്ടുണ്ട്. ഈ മൂഴിയാർ തുറക്കുമ്പം സ്വാഭാവികമായും ഏതൊക്കെ പ്രദേശങ്ങളിൽ വെള്ളം കയറാനാണ് സാധ്യത? പമ്പാ നദിയിൽ അവർ പറയുന്ന കണക്കാണ് 20 സെൻറ്റിമീറ്റർ എങ്കിലും വെള്ളം ഉയരും എന്നുള്ളതാണ്. നമ്മൾ നിലവിൽ തന്നെ ഇപ്പം റാന്നിയും അപ്പുറത്തും പെയ്യുന്ന മഴ വെള്ളം ഒഴുകി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജലനിരപ്പ് ഉയരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇതും കൂടെ വരുമ്പോൾ കുറച്ചുകൂടെ ജലനിരപ്പ് ഉയരും. അത് ഈ ആറന്മുള, കോഴഞ്ചേരി, ആറന്മുള, ചെങ്ങന്നൂർ, തിരുവല്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ കുറച്ച് ജലനിരപ്പ് ഉയരും. അത് നമ്മളൊന്ന് കരുതിയിരിക്കണം. ഭയക്കണ്ട, പക്ഷെ ആശങ്കപ്പെടേണ്ട. നമ്മൾ കരുതി അത്രയും ജാഗ്രതയോടുകൂടി വർക്ക് ചെയ്യണം. പാനിക്കാവണമെന്നല്ല പറയുന്നത്, പക്ഷേ ഇത് നമ്മളൊരു കരുതൽ കൂടുതലായിട്ട് വേണം. അതായത് താഴ്ന്ന പ്രദേശങ്ങൾ, സാധാരണഗതിയിൽ വെള്ളം കയറുന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറാനുള്ള ഒരു സാധ്യത, അത് ആശങ്കപ്പെടേണ്ട, പക്ഷെ കരുതിയിരിക്കണം എന്നതാണ് PC വിശ്വനാഥ് ഉപയോഗിച്ച വാക്ക്. ഒരു 2 അടി കൂടി കഴിഞ്ഞാൽ അവിടെ തുറക്കും. സ്വാഭാവികമായും ശബരിമല വനമേഖലയിലടക്കം നല്ല മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 അടി എന്നത് അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതകൾ കൂടിയാണ് KCB അധികൃതരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. വനമേഖലയിൽ നല്ല മഴയാണ്. അതെ, വനമേഖലയിൽ നല്ല മഴയാണ്. അതുപോലെ തന്നെ റാന്നിയിൽ തുടർച്ചയായി മഴ പെയ്തു. അപ്പോൾ അതിനെ തുടർന്ന് ഇപ്പോൾ ഓൾറെഡി പമ്പയാറിൽ വെള്ളം എത്തിയാണ് കിടന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലേട്ടാണ് വെള്ളം വരുന്നത്. ഇതിലേറ്റവും പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആറന്മുളയിലാണ്. കാരണം കോഴഞ്ചേരിയിൽ കുറച്ച് വെള്ളം ഇറങ്ങിയിരുന്നു. അപ്പോൾ ഇനി കയറിയാലും ആ വെള്ളം തിരികെ കയറുകയുള്ളൂ. പക്ഷേ ഈ ആറന്മുളയുടെ പ്രത്യേകത, വെള്ളം ഇറങ്ങാൻ ഒരു 2 ദിവസം എടുക്കും. അപ്പോൾ ഇതിന് മുകളിലേട്ടാണ് വെള്ളം വരുന്നത്. അതൊരു നമുക്ക് ആശങ്കാജനകമായ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് നേരിടാൻ വേണ്ടിയാണ് രാത്രി ഇന്നലെ ഇപ്പോൾ കുറേ നേരമായി, മണിക്കൂറുകളായി ഇവിടെ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ ആലോചന നടക്കുന്നത്. പൂർണ്ണമായും ബോട്ടുകൾ, മത്സ്യബന്ധന യാനങ്ങൾ കൂടുതലായി ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് കൊല്ലത്തു നിന്ന് അദ്ദേഹം തന്നെ ഇടപെട്ടുകൊണ്ട് ഏതാണ്ട് 7ഓളം ബോട്ടുകൾ ഇപ്പോൾ ഇവിടെ എത്തും. ഇവിടെ തന്നെ 2 ബോട്ടുകൾ ഇപ്പോൾ ഉണ്ട്. ആലപ്പുഴയിൽ നിന്നിപ്പോൾ 2 ബോട്ടുകൾ, കായംകുളത്ത് നിന്ന് 2 ബോട്ടുകൾ ഇപ്പോൾ ചെങ്ങന്നൂർ ഭാഗത്ത് വന്ന് അവിടെ ആറാട്ടുപുഴ ഭാഗത്തേക്ക് നീങ്ങി ആറന്മുളയിലെ അത്യാവശ്യ മേഖലയിട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. NDRFൻ്റെ സംഘം, അവർ സുസജ്ജരാണ്. അവർ അടൂർ കേന്ദ്രീകരിച്ചാണ് അവരിപ്പോൾ ഇങ്ങോട്ടെത്തും. ഫയർഫോഴ്സ് സംഘവുമുണ്ട്. തിരുവനന്തപുരത്തു നിന്നുള്ള NDRF സംഘം ഇപ്പോൾ കോയിപ്പുറം മേഖലയിലുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും ആളുകളുണ്ട്. ക്രമീകരണങ്ങൾ ശക്തമായി പോകുന്നു. പക്ഷേ അവിടെ കിടക്കുന്ന വെള്ളത്തിൻ്റെ മുകളിലേക്കാണ് ഇനി വെള്ളം വരുന്നത്. അതൊരു ആശങ്കാജനകമായ സിറ്റുവേഷനാണ്. അത് നേരിടാൻ തന്നെയാണ്. അത് ഏറ്റവും പൂർണ്ണമായി നേരിട്ട് ജനങ്ങളെ പൂർണ്ണമായി സുരക്ഷിതരാക്കിക്കൊണ്ട് ഏറ്റവും കുറവ് ബുദ്ധിമുട്ട് അവർ അനുഭവിക്കാൻ പാകത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു വരികയാണ്. അതായത് നിലവിൽ വെള്ളം കിടക്കുന്നത്, അത് ഇറങ്ങിയിട്ടുമില്ല, പുതിയ വെള്ളം അതിന് പുറത്തേക്ക് വരിക. ആറന്മുളയിലെ ഏറ്റവും പ്രത്യേകത അതാണ്. ഞാൻ 2 ദിവസമായി ആറന്മുളയുടെ കാര്യം പറയുന്നതിൻ്റെ കാര്യം അതാണ്. ആറന്മുളയുടെ പ്രത്യേകത ഒരു 2 ദിവസം എടുക്കും വെള്ളം ഇറങ്ങിപ്പോവാൻ. അത് പ്രത്യേകിച്ച് റാന്നി വളരെ സ്റ്റീപ്പായതുകൊണ്ട് പെട്ടെന്ന് വെള്ളം ഇറങ്ങും. ഈ കോഴഞ്ചേരിയിലൊക്കെ ആണെങ്കിലും വെള്ളം ഇറങ്ങാനുള്ള സാഹചര്യമുണ്ട്. ആറന്മുളയിൽ വെള്ളം ഇറങ്ങാൻ ഒരു 1.5 ദിവസം 2 ദിവസമെങ്കിലും എടുക്കും. അപ്പോൾ ആ വെള്ളം അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ മുകളിലേക്ക് വെള്ളം വരുമ്പോഴാണ് കൂടുതൽ ഒരു അപകടാവസ്ഥ ഉണ്ടാകുന്നത്. അത് നേരിടാനാണ് അടിയന്തരമായ യോഗം കൂടുകയും കൂടുതൽ ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നേരിടുക തന്നെ ചെയ്യും. ഒരു കുഴപ്പവും വരില്ല. മിനിസ്റ്റർ, മറ്റൊരു കാര്യം, നമ്മളിന്നലെ ഉൾപ്രദേശത്തൊക്കെ പോയപ്പം മിക്ക വീടുകളുടെയും ഫസ്റ്റ് ഫ്ലോറിൽ ആളുകൾ, ചെറിയ കുട്ടികളടക്കമുള്ള ആളുകൾ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ അവരവിടെ നിൽക്കുന്നത് കൂടുതൽ അപകട സാധ്യത, വലിയ അപകടമാണ്. ഇപ്പോഴും ഞാനും MLA കൂടെ ഇന്ന് 1 മണി മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. കാരണം 1 മണിക്ക് വീണ്ടും നമുക്ക്
ഞാൻ തന്നെ ഇന്നലെ 7 മണിക്ക് തന്നെ നമുക്ക് ലഭിച്ച അലർട്ട് മാധ്യമങ്ങളിൽ കൂടി അറിയിച്ചിരുന്നു. അതുകൂടാതെ 1 മണിക്ക് വീണ്ടും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അലർട്ട് മിക്കവാറും എല്ലാവരുടെയും ഫോണിൽ വന്നു. അതിനുശേഷം നമ്മളെല്ലാവരോടും ഈ 1-ാം നിലയിൽ നിൽക്കുന്നവർ ഇനിയും വെള്ളം ഉയർന്നു മേലോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ റെസ്ക്യൂ ചെയ്യാൻ റിസ്ക്കാണ് നമുക്ക്. ഇപ്പോൾ അവർക്ക് അവരോട് സഹായിക്കാനും നമ്മളോട് സഹായിക്കാനുമുള്ള ഏക മാർഗം ഇപ്പം നമുക്ക് ബോട്ട് ഇവിടെയുണ്ട്, സംവിധാനങ്ങളുണ്ട്, എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവരവിടുന്ന് ഇറങ്ങണം. ഒരു ദിവസത്തേക്കെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പിലേക്കോ അടുത്ത ബന്ധുക്കളുടെ വീട്ടിലേക്കോ, ചിലപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകുന്ന ചില ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും ചില അഭിമാന പ്രശ്നമൊക്കെ പറയുന്നവരുണ്ട്. അവർക്ക് അടുത്ത ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോവുക. ദേവാലയങ്ങളുണ്ട്, ഈ ആറന്മുളയിൽ ഇഷ്ടം പോലെ ദേവാലയങ്ങളുണ്ട്. ദേവാലയങ്ങളെല്ലാം തയ്യാറാണ്. അവരുടെ ഓഡിറ്റോറിയത്തിലോ അവരുടെ ആരാധനാ കേന്ദ്രത്തിലോ ആൾക്കാർ ഈ സമയം വന്ന് തങ്ങുന്നതിന് എല്ലാ ജാതി മതത്തിൽപ്പെട്ട ദേവാലയങ്ങളും അതിന് ചുമതലപ്പെട്ടവരും റെഡിയാണ്. അവിടേക്ക് മാറിയാൽ മതി, അവിടേക്കെങ്കിലും മാറണം. എന്ന് മാത്രമല്ല, കറണ്ടില്ല ആ പ്രദേശത്ത്. ഉള്ള ഫോൺ ഇനി ബാറ്ററി ബാക്കപ്പ് ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒന്നല്ല കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏത് നിമിഷവും കഴിയാം. അവിടുന്ന് നമ്മളെ ഒരു വിവരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും അവർക്ക് ചിലപ്പോൾ ഫോൺ ബാറ്ററിയുടെ ചാർജ് ഇല്ലാണ്ടാകും. അതുകൊണ്ട് എത്രയും വേഗം അവർ ആ സ്ഥലങ്ങളിൽ നിന്ന് മാറി ദുരിതാശ്വാസ ക്യാമ്പിലോ അല്ലെങ്കിൽ ഉയർന്ന പ്രദേശങ്ങളിലേക്കോ ഏതെങ്കിലും ആരാധനാലയങ്ങളുടെ ഓഡിറ്റോറിയങ്ങളിലേക്കോ മാറണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതാണ്, അങ്ങനെ ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇന്നലെ പല സ്ഥലത്തും പോയപ്പോൾ കണ്ട ഒരു പ്രശ്നം കൂടിയാണ് അത്. ആ തരത്തിൽ ഇനി ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ ഏതെങ്കിലും തരത്തിൽ മാറാൻ ചില പ്രശ്നങ്ങൾ തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ വീട്ടിൽ, അല്ലെങ്കിൽ പള്ളികൾ, ക്ഷേത്രങ്ങൾ, മസ്ജിദുകൾ പോലുള്ള സ്ഥലങ്ങളിലേക്ക്, കുറച്ചുകൂടി സേഫ് എന്ന് അവർക്ക് തോന്നുന്ന സ്ഥലങ്ങളിലേക്കെങ്കിലും മാറണം എന്ന അഭ്യർത്ഥന കൂടി പത്തനംതിട്ട ചുമതലയുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രിയിൽ നിന്ന് വരുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.